ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പം കുറേയൊക്കെ മാർക്കറ്റ് പ്ലേസിലിട്ട് ഫ്രീ ആയിട്ട് കുറേ പേര് വന്ന് എല്ലാം കൊണ്ടുപോയി. നമുക്കൊരു 4 ബെഡ്റൂമിലും കട്ടിലും മെത്തയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കൊടുത്തു. പിന്നെ ഇനി ബാക്കി കളയാനുള്ളത്, പിന്നെ കുഞ്ഞിൻ്റെ കുറേ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെ ഉള്ള ഒരു വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും ഉണ്ടല്ലോ, അത് മുഴുവനും നമ്മളിവിടെ കളഞ്ഞിട്ടാണ് പോകുന്നത്. ആകെ നമ്മൾ കൊണ്ടുപോകുന്നതൊരു എന്താ പറയുക, ഫ്രീസർ മാത്രമാണ് നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നത്. ബാക്കിയൊന്നും പുതിയ വീട്ടിലൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ബാക്കിയെല്ലാം പുതിയത് വാങ്ങിക്കാം ഓർഡർ ചെയ്തേക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സമയം കിട്ടിയപ്പോൾ നമ്മൾ വന്നിട്ട് പ്രശേട്ടനും ഞാനും അരുക്കങ്കളും കൂടെ പോയിട്ട് യൂഹോളിൽ നിന്ന് വണ്ടി ബുക്ക് ചെയ്യാമെന്ന് കരുതി. കാരണം നമ്മളല്ലാതെ മൂവേഴ്സിനെയൊക്കെ വിളിച്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതൊന്നും എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കരുതിയത്. അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. തന്നെ ചെയ്യാമെന്നുള്ള ഒരു ധൈര്യത്തിലും അത്രയ്ക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു വിചാരത്തിലും ഒക്കെ നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങ് ഏറ്റെടുത്തു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ മൂവ് ചെയ്യുന്നവരും പിന്നെ കാനഡയിലൊക്കെ വീട് വാങ്ങിക്കുന്നത് കുറച്ച് എന്ന് വെച്ചാൽ നാട്ടിലെ പോലെ നമ്മൾ വീട് പണിഞ്ഞിട്ടിട്ട് പോയി കണ്ടു, പാല് കാച്ചലിന് വേറൊരു ഡേറ്റ് എടുത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമുക്കെല്ലാം ഇന്ന് ഇവിടുന്ന് മൂവ് ചെയ്യണം, നാളെ രാവിലെ അവിടെ കയറണം എന്നുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ടും ടയേർഡായി പോവും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ മൂവ് ചെയ്യേണ്ടതൊക്കെ വരുവാണെങ്കിൽ ഇത്രയും റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കരുതെന്നാണ് എനിക്ക് ഇനി വീട് വാങ്ങിക്കാൻ പോകുന്നവരോടൊക്കെ പറയാനുള്ളത്. കാരണം ഞങ്ങൾ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ടയേർഡായിട്ട് ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. പിന്നെ നമുക്ക് വീണ്ടും സറി വരെ വരണമായിരുന്നു സൈൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ അതൊക്കെ വന്നു, അതൊക്കെ ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം നമ്മൾ എന്താ പറയുക, ടിം ഹോട്ടൻസിലൊന്ന് പോയി. സുധീരേട്ടൻ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മോർഗേജ് ബ്രോക്കറും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മോർഗേജ് എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നത് ഈ പുള്ളിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. വളരെ നല്ലൊരു ദിവസം. ശരിക്കും പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ കുറച്ച് ഹാപ്പിയാണ്. ഇനി നമുക്ക് പാലുകാച്ചിൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് കുറച്ച് വന്നതാട്ടോ, ഞാനിവിടെ ബോക്സിലാക്കി വെച്ചിരുന്നതാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ നാട്ടിൽ നിന്നെല്ലാം കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രശാൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവമാണ് ശിവനും ഗണപതിയും. ഗണപതിയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. എനിക്ക് പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് ഗണപതിയെ തരാറുണ്ട്. നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ട് നിതിൻ ഇതുപോലെ ഹീസ് ലൈക്ക് മൈ ബ്രദർ. അപ്പോൾ അവനും എനിക്ക് ഇതുപോലൊരു ഗണപതി, നല്ല ഭംഗിയുള്ളൊരു ഗണപതി, അതിനെ എൻ്റെ അനിയന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവനത് വാങ്ങി എൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അങ്ങനെ അവരത് വെച്ചിട്ട് എപ്പോഴും വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഗണപതികളെ കിട്ടാറുണ്ട് എനിക്ക്. അപ്പോൾ വീണ്ടും പാലുകാച്ചിൽ ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ദൈവത്തിനെ കിട്ടിയത് ഈ ഗണപതിയാണ്. അപ്പോൾ താങ്ക്സ് പ്രശേട്ടൻ്റെ ഫ്രണ്ടിന്. പിന്നെ ഇതൊക്കെ എനിക്ക് ഗോൾഡൻ ഈ ഒരു യെല്ലോ ഉണ്ടല്ലോ, ഈ ഒരു കളർ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ട് കയറുമ്പോൾ ഇതിനകത്ത് നവധാന്യങ്ങളോ അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകണമെന്ന് കരുതിയാണ് ഞാനിതൊക്കെ വാങ്ങിച്ച് നേരത്തെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാത്തിനൊന്നും സമയമില്ലല്ലോ, എല്ലാം ഒരുമിച്ചാക്കിയൊക്കെ വെക്കണ്ടേ. അപ്പോൾ ഇനി ബാക്കി വീഡിയോ കൊണ്ട് കളയലും കാര്യങ്ങളൊക്കെ കാണണ്ടേ. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.